പക്ഷേ സതീശൻ മാത്രമാണ് പറഞ്ഞത് വിദ്വേഷ പ്രചാരണം കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല, അതൊരു ഉറച്ച നിലപാടാണ് എന്ന് സതീശൻ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അത് ശിവപ്രസാദ് പറയേണ്ടിയിരുന്നത് CPM-ൻ്റെ നേതാക്കളോടായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എന്ത് തരത്തിലുള്ള പ്രചാരണമാണ് ഗവൺമെൻറ്റിനെതിരെ നടത്താൻ പോകുന്നതെന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്ത BJP ആണ്. അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ CPM-ൻ്റെ ഭാഗത്തു നിന്ന് വേണം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. 102 സീറ്റ് എന്ന വലിയ ഭൂരിപക്ഷത്തിലെത്തിച്ചത് സതീശൻ്റെ നേതൃത്വമായിരുന്നു. സ്വാഭാവികമായും സതീശനെയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുത്തത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ചില തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ജനവികാരത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ചില ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് BJP സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രചരണം കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗിന് കീഴടങ്ങിയാണ് സതീശനെ നേതൃത്വം ഏൽപ്പിച്ചതെന്നാണ്. അതിൻ്റെ തുടർച്ചയായി NSSൻ്റെയും SNDP-യുടെ നേതാക്കൾ ഇതേ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയാണുണ്ടായത്. യഥാർത്ഥത്തിൽ ഇതൊരു തരം വിദ്വേഷ പ്രചാരണമാണ്, വർഗീയ പ്രചാരണമാണ് എന്ന നിലയിൽ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ശിവപ്രസാദ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇവർ തുടങ്ങിവെച്ചിരിക്കുന്നത്, സംഘപരിവാർ തുടങ്ങിവെക്കുകയും ചില സമുദായ നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്തത് വിദ്വേഷ പ്രചാരണമാണോ, വർഗീയത നിറഞ്ഞ പ്രചാരണമാണോ എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനായ MP പ്രശാന്ത് ഈ വിഷയം ചർച്ച ചെയ്യാനുണ്ട്. സ്വാഗതം. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ കണ്ടതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, മുസ്ലിം ലീഗിൻ്റെ നിർബന്ധം പ്രകാരമാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് BJP-ക്കാർ തന്നെയാണ്. BJP കേരളം എന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വളരെ മോശപ്പെട്ട ഒരു ചിത്രം, അതായത് തങ്ങൾ ഇരിക്കുമ്പോൾ വി ഡി സതീശൻ വിശറി കൊണ്ട് വീശുന്നു, കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തങ്ങളുടെ കാല് തടവി കൊടുക്കുന്നു എന്നൊരു ചിത്രം, ഒരു കാരിക്കേച്ചർ എന്നൊരു AI ചിത്രം കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. അതിനെതിരെ ഒരു പരാതിയും വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി BJP-യുടെ പല നേതാക്കന്മാരും ഈ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ആവർത്തിക്കുകയുണ്ടായി. ലീഗിന് കീഴടങ്ങി, ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് NSSൻ്റെ നേതാവായ സുകുമാരൻ നായരും SNDP യോഗത്തിൻ്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശനും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതൊരു വിദ്വേഷ പ്രചാരണത്തിലേക്കാണോ, ഒരു മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരായൊരു വിദ്വേഷ പ്രചാരണത്തിലേക്കാണോ കേരളം പോകുന്നത് എന്നുള്ള വിഷയമാണ്. എന്താണ് പ്രശാന്ത് തോന്നുന്നത്? ഇത് ഈ നേരത്തെ പറഞ്ഞല്ലോ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിൻ്റെ പോസ്റ്റ് കണ്ടു. അത് ലീഗിനെ ചൂണ്ടിക്കാണിച്ച് ഒരു വർഗീയ പ്രചരണത്തിലുള്ള ശ്രമമാണെന്ന്. അത് ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അത് ശിവപ്രസാദ് പറയേണ്ടിയിരുന്നത് CPM-ൻ്റെ നേതാക്കളോടായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. കാരണം ഇത് തുടങ്ങി വച്ചത് CPM തന്നെയാണ്. ഈ അജണ്ട, ഈ ഒരു രീതിയിലുള്ള അജണ്ട സെറ്റ് ചെയ്തതിൽ CPM-ന് അതിൻ്റെതായ റോളുണ്ട്. സംഘപരിവാറുണ്ട്, അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് അമീറും കുഞ്ഞാലിക്കുട്ടിയും ഹസ്സനും ആണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടാകും. കോടിയേരി ബാലകൃഷ്ണൻ. അതെ. അതിനുശേഷം നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമ്പോൾ ആ വിജയത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സജി ചെറിയാൻ്റെ പ്രസ്താവനകൾ, AK ബാലൻ, വിജയരാഘവൻ, അപ്പോൾ അങ്ങനെയുള്ള നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഞങ്ങളെപ്പോലുള്ളവർ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സമൂഹത്തെ പല കോണുകളിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ തീരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത് ഏറ്റെടുക്കാൻ പോകുന്നത് മറ്റ് പലരുമാണ്. അത് കേരളത്തിലെ സമൂഹത്തെ വിഭജിക്കാൻ പോകുന്ന അത്രമാത്രം ഒരു പ്രഹരശേഷിയുള്ള ഒരു മെറ്റീരിയലാണ് എന്ന കാര്യം അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ CPM-ന് എന്തുകൊണ്ടോ അത് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ശിവപ്രസാദിൻ്റെ ആ പ്രസ്താവന CPM-നുള്ളൊരു മാറ്റമാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം CPM വളരെ വൈകിയാണെങ്കിലും
അങ്ങനെ ഒരു അപകടം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നേതൃത്വത്തെ അണികൾ തിരുത്തും എന്നുള്ള പുസ്തകത്തിന്റെ ഒരു തലക്കെട്ട് വെച്ചാൽ അതെ അതെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് അങ്ങനെയാണ്. അതെ അതെ അപ്പോൾ യുവാക്കൾ തിരുത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും. അതെ. അപ്പോൾ ഇതിപ്പം ഇത് അതിൽ പറയുന്നത് കാസയും BJP ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ CPM-ന്റെ പങ്ക്, അതിലുള്ള ആ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ CPM-ന്റെ പങ്കും കൂടി പറയുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. കാരണം UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക ശക്തികളായിരിക്കും എന്നുള്ളത്, അത് അവർ മാറാട് ആവർത്തിക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വന്നത് BJP-യിൽ നിന്നല്ല, CPM നേതാക്കളിൽ നിന്നായിരുന്നു എന്നുള്ള. അപ്പോൾ അത് താൽക്കാലികമായ വോട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അങ്ങനെ അവസാനിക്കില്ല എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഏതാണ്ട് ഇപ്പോൾ ചർച്ചകളിൽ CPM അപ്രസക്തമായി. മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിനെതിരെ BJP-യും BJP-യും UDF-ഉം തമ്മിലുള്ള ഒരു ഗെയിമായി മാറുന്നു. അത് നമുക്കറിയാം. ഇന്നലെ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അത് വേണ്ട രീതിയിൽ ആരും ചർച്ച ചെയ്തില്ല. കാരണം ആളുകൾ ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ BJP-ക്കാർ ഇത് എന്തുകൊണ്ട് BJP ഇത് കൊണ്ടുവരുന്നു എന്നുള്ളത് അത് CPM-നെ അപ്രസക്തമാക്കുന്ന കാര്യമാണ്. അപ്പോൾ അന്നേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, CPM എത്ര തന്നെ ഹിന്ദുത്വ കളിച്ചു കഴിഞ്ഞാലും യഥാർത്ഥ ഹിന്ദുത്വ പാർട്ടി ഇവിടെ ഉള്ള കാലത്തോളം അവർക്കൊരു B ടീം ആവാൻ മാത്രമേ പറ്റുകയുള്ളൂ. അവർ എങ്ങനെയായി കഴിഞ്ഞാലും BJP പോലെ ഒരു തീവ്രമായ വർഗീയ പ്രചരണത്തിന് CPM-ന് സാധിക്കില്ല. ആ മത്സരത്തിൽ CPM എന്തായാലും പരാജയപ്പെടും എന്ന് അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. നിയമസഭയിൽ ഇന്ന് ഇപ്പോൾ അവർക്ക് 3 MLA-മാർ കൂടിയുണ്ട്. അപ്പോൾ അവർ ഒരു അജണ്ട സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ എന്താണ് ഇനി തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള കാലത്ത് VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എന്ത് തരത്തിലുള്ള പ്രചാരണമാണ് ഗവൺമെൻറ്റിനെതിരെ നടത്താൻ പോകുന്നതെന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്ത് BJP-യാണ്. പ്രധാന പ്രതിപക്ഷമായ LDF അല്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. അത് നേരത്തെ കണ്ടിരുന്ന സംഭവമായിരുന്നല്ലോ അത്. അതെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്? അതാണല്ലോ ഈ പറഞ്ഞ കാർട്ടൂണുകളുടെയും മീമുകളുടെയും ഒക്കെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന് മുകളിൽ ഹൈക്കമാൻഡ്, അത് പാണക്കാട് തറവാടാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ വരും എന്നുള്ളത്. അത് ഏതാണ്ട് CPM അത് തുടങ്ങി വെക്കുന്ന കാലത്ത് തന്നെ അതൊരു പൊതുബോധമായി വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഇപ്പോൾ CPM-ലോ അല്ലെങ്കിൽ BJP-ലോ ഇല്ലാത്ത ആളുകൾക്ക് പോലും ലീഗ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലവർ BJP വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സ്വാധീനം കോൺഗ്രസിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ കുഴൽനാടൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് അത് ലീഗ് മറ്റു പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ പറയുന്നത്, അപ്പം ലീഗ് മാത്രമല്ല ഇടപെട്ടത്, കേരള കോൺഗ്രസ് ഇടപെട്ടിട്ട് എല്ലാ ഘടകകക്ഷികളും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലീഗ് പറയുമ്പോൾ ലീഗിനെ മാത്രമാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതാണ് അതിലെ പ്രശ്നം. അത് കോൺഗ്രസിൽ നിന്നാണ് അത് വന്നത്. അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. കാരണം സതീശൻ എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ചോയ്സാണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചോയ്സാണ് എന്ന് ഉള്ള ഒരു നറേഷൻ ഇപ്പോഴുണ്ടാക്കിക്കൊണ്ടേ വരുന്നുണ്ട്. അപ്പോൾ അതിനി ശക്തിപ്പെടുകയുള്ളൂ. അതിന് ശക്തിപ്പെടുത്തുന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്കറിയാം. കാരണം ഈ സതീശൻ്റെ ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് CPM-ൻ്റെയും BJP-യുടെയും പോലെ തന്നെ കോൺഗ്രസിനുള്ളിലെ സതീശൻ വിരുദ്ധ ചേരിയുടെയും കൂടി ആവശ്യമാണ്. അല്ല, മാത്രമല്ല ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് KPCC പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് ഒന്നും മിണ്ടിയിട്ടില്ല, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരാരും മിണ്ടിയിട്ടില്ല. പക്ഷേ സതീശൻ മാത്രമാണ് പറഞ്ഞത് വിദ്വേഷ പ്രചാരണം കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല, അതൊരു ഉറച്ച നിലപാടാണ് എന്ന് സതീശൻ മാത്രമാണ് പറഞ്ഞത്. ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനൊരു ഉത്തരവാദിത്വമില്ലേ ഇതിൽ? ഇപ്പോൾ ലീഗിൻ്റെ ആളുകൾ പ്രകടനമൊക്കെ നടത്തി. തൊടുപുഴയിൽ പ്രകടനം നടത്തിയത് യൂത്ത് ലീഗുകാർ ആണ് നടത്തിയത്. ആ യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ടു. അത് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും എതിരായിരുന്നു. അത് പ്രകോപനപരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ടു. ഇത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമല്ലേ? ഈ ഒരു വർഗീയ പ്രചാരണത്തെ, വിദ്വേഷ പ്രചാരണത്തെ നേരിടാൻ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ല എന്നുള്ള പ്രശ്നമാണ്. കോൺഗ്രസിന് മാത്രമല്ല, എല്ലാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ സെക്യുലർ എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളൂ. കാരണം ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ തൽക്കാലത്തേക്ക്
ഒരു ബാക്ക് ഫൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമല്ലല്ലോ. അല്ലല്ല, ഇത് മൊത്തത്തിൽ കേരളത്തിൻ്റെ ഡിസ്കോഴ്സ് തന്നെ കമ്മ്യൂണലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും, അത് BJPക്ക് ഒഴിച്ച് ബാക്കി ആർക്കും ഗുണം ചെയ്യുന്നതല്ല. അല്ലല്ല. അപ്പോൾ ഇതിൽ ചെറിയ പ്രാക്ടിക്കൽ ഇപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. നടപടി ഇപ്പോൾ ഒരു ഇനിയിപ്പോൾ വിദ്വേഷ പ്രസംഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രസ്താവനകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നടപടി വിദ്വേഷ പ്രചാരണം അല്ലാതായി മാറിയിട്ടുണ്ടെന്നുള്ള സത്യം. അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ്. അപ്പോൾ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൽ ഒരു സെനാറിയോ നമുക്ക് ആലോചിക്കാം. ഇനി ഇതുപോലുള്ള പ്രസ്താവനകൾ വരുന്നു, അപ്പോൾ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല വെച്ചോ, ഗവൺമെൻറ് വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ മൗനം പാലിക്കുന്നു എന്നൊരു നേരേഷൻ, എന്നൊരു ആരോപണം വരും. ഇനി നടപടി എടുത്തു കഴിഞ്ഞാൽ ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇത്തരം ആരോപണങ്ങൾ മുസ്ലിം സമുദായത്തെക്കുറിച്ച് തന്നെ ഉന്നയിച്ചപ്പോൾ അന്ന് ഇപ്പം CPM ഒക്കെ പറഞ്ഞത് അത് മുസ്ലിം ലീഗിനെതിരെ അല്ലേ എന്നുള്ള നിലയ്ക്കായിരുന്നു ന്യായീകരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവർക്കിത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കേണ്ടി വരും. അല്ല, സതീശൻ്റെ ഇന്ന് പറഞ്ഞത് വിദ്വേഷ പ്രസ്താവന അംഗീകരിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നടപടി എടുക്കുന്നതാണല്ലേ. അങ്ങനെ നടപടി എടുക്കാതിരുന്നാൽ അപ്പോൾ CPM ചോദിക്കണമെന്നില്ല, പൊതുസമൂഹത്തിൽ ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന്. ഈ നടപടി എടുത്തു കഴിഞ്ഞാലോ മുസ്ലിം ലീഗിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് ഈ ഭരണകൂടം എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇതൊരു വലിയ ഒരു കോംപ്ലിക്കേറ്റഡ്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറുകയാണ്. ഇതിപ്പോൾ ഗുണകരമായിട്ടുള്ളത് BJPക്ക് മാത്രമാണ്. അതെ അതെ അതെ. മറ്റ് എല്ലാ സംഘടനകളും വളരെ കെയർഫുൾ ആവേണ്ട കാര്യമാണ്. അത് ലീഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് തന്നെ ലീഗ് തിരിച്ചറിയും. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ തൊടുപുഴയിൽ തന്നെ പിരിച്ചുവിടുകയാണ്. അതെ. അപ്പോൾ അത് വളരെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലീഗ് വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ കൂടുതൽ സീറ്റ് ചോദിക്കാതിരിക്കുകയോ അഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് വളരെ ജാഗ്രതയോടുകൂടി എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഞങ്ങളെ വെച്ചുകൊണ്ട് ആ കളി കളിക്കണ്ട എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലീഗ് പലപ്പോഴും വളരെ ലോ പ്രൊഫൈലായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ മന്ത്രിമാർ അവരുടെ വകുപ്പുകളെ ചൊല്ലിയാണ് അടുത്ത പ്രശ്നങ്ങൾ. അത് മുരളീധരൻ തുടങ്ങിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനി മന്ത്രിമാർ, ഇപ്പം ലീഗിന് സ്വാഭാവികമായിട്ടും 5 മന്ത്രിമാരെ കിട്ടാനുള്ള അർഹതയുണ്ട്. 22 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മലബാറിലെങ്കിലും പകുതിയിലേറെ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ച സീറ്റിൻ്റെ ക്ലെയിം കൂടെ അവർക്ക് അവകാശം ഉള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് 5 മന്ത്രിമാരെന്ന് വളരെ സ്വാഭാവികമായി കൊടുക്കേണ്ടതാണ്. ഇനി അതിൻ്റെ പേരിലായിരിക്കും അടുത്ത വിവാദങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അല്ല, ഈ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വന്നല്ലോ, വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത്. അതിന് മുമ്പ് തന്നെ ആഭ്യന്തര വകുപ്പ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് AK ബാലൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ലീഗിന് ഇപ്പോൾ ഏത് വകുപ്പ് കൊടുക്കുമെന്നുള്ളതാണ്. പണ്ട് മറ്റേ നമ്മുടെ മുരളീധരൻ പറഞ്ഞിട്ടാണ് കീടനാശിനി വകുപ്പ് പോലും അങ്ങനെയുള്ള ഏതെങ്കിലും വകുപ്പ് കൊടുക്കാൻ ലീഗിന് കൊടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും വകുപ്പ് ലീഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷ്മദർശിനിയിൽ നോക്കി അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതരൂപരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴത്തെ. ഈ KP ശശികലയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു, അവരുടെ ഒരു പോസ്റ്റായിരുന്നു. അതിൽ ഇതായിരുന്നു, അത് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാക്കണമെന്ന് കാഷ്വലി ആരോ പറഞ്ഞതാണ്. നടക്കുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ KP ശശികല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ പാടില്ല, കാരണം ഭാരതീയമായ രക്തമല്ല കുഞ്ഞാലിക്കുട്ടിയുടെ ശരീരത്തിലുള്ളത് എന്ന നിലയ്ക്കാണ്, അത് വൈദേശിക രക്തമാണെന്നുള്ളത്. ഇങ്ങനെ വളരെ വിഷം നിറച്ച രീതിയിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. അല്ല, കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടൊക്കെ വിയോജിപ്പുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടി കുറേ കാലം ഇന്ന് കേരളത്തിലെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരിച്ചതാണ്. ആ വകുപ്പുകൾ ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വളരെ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക, വളരെ വിവേചനപരമായിട്ട് ഏതെങ്കിലും മതവിഭാഗത്തോട് വിവേചനപരമായി അദ്ദേഹം പെരുമാറി എന്നുള്ളതിന് ഒരു ഇൻസിഡൻറ്റ് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷേ അത് മറ്റു പല പ്രശ്നങ്ങളും മുമ്പുണ്ടായിരുന്നു, അത് വേറെ കാര്യമാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഇത്ര കറകളഞ്ഞ ഒരു സെക്കുലറിസ്റ്റിനെ പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി ബാക്കി എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു വർഗീയവാദി എന്ന് ഒരു രീതിയിലും വിളിക്കാൻ പറ്റാത്തൊരു നേതാവാണ്.
അപ്പോൾ അദ്ദേഹത്തെ പോലും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഇത് പറയുന്നത് എന്താ, കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെ. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. CH മുഖ്യമന്ത്രിയായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. 56 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രശ്നവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ലീഗിന് കൊടുക്കുന്ന, ലീഗ് എന്നത് മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും എന്തോ ഒരു ഔദാര്യമാണ്, അനർഹമായിട്ട് കിട്ടുന്നതാണ് എന്നുള്ളത്. അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ KM ഷാജിയുടെ ചില പ്രസംഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈഴവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അതെ, അതായത് ഒരു സമുദായത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ട ചില അവകാശങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാപരമായി, നിയമപരമായി, രാഷ്ട്രീയമായി എല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് UDF എന്ന രീതിയിൽ അത് കൊണ്ടുപോയി. പിന്നെ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഈ 2 പ്രസംഗങ്ങളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ലീഗ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുന്നത്. ഇപ്പം മതമാണ് പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ അവരുടെ മതം നോക്കിയിട്ട് വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ മതമാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ പഴയ കാലത്ത് മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് അത് വേറൊരു കോണ്ടെക്സ്റ്റാണ്. അതിൻ്റെ മറുപടിയല്ല മതമാണ് ഒന്ന് പ്രശ്നം എന്നുള്ളത്. അത് രണ്ട് കോണ്ടെക്സ്റ്റിലുണ്ടാകുന്നതാണ്. ഒന്ന് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് ലിബറൽ സമൂഹത്തിൻ്റെ നിലപാടാണ്. മറ്റേത് ഒരു കമ്മ്യൂണലായിട്ടുള്ള അത്യന്തം വിവേചനപരമായി മതപരമായ വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മതം എന്നുള്ളത് പ്രശ്നമാകുന്ന സമയത്ത് മതമാണ് പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് ബുൾഡോസർ നീങ്ങുന്നത്. അപ്പോൾ മതമായതുകൊണ്ടാണ് അവർ ജയിലിൽ അടക്കപ്പെടുന്നത്. അവിടെ മതം തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രസംഗങ്ങളെ അതിൻ്റെ ആകത്തുകയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഇത് വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് അങ്ങനെ ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു മിടുക്ക് അവരെ കാണിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. അത് മതം മാത്രമല്ല, പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുന്നു, പേര് കണ്ടാൽ അറിയാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് മുമ്പ് സജി ചെറിയാനും പറഞ്ഞു. അപ്പം മതം, ഇത് നമ്മൾ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഹിന്ദുത്വവാദികൾ സംഘപരിവാരകരല്ല ഇത് പറയുന്നത്. നമ്മൾ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളാണ് പേര് പ്രശ്നമായി മാറുന്നത്. വേഷം കണ്ടാൽ അറിയാമെന്നാണ് നേരത്തെ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു. ഇവിടെ പേര് കണ്ടാൽ അറിയാം എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ഒരു വിഭജനം, ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു സംഘടനയെ കാണിച്ചുകൊണ്ട് അത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആ അജണ്ടയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കാലം ഈ അജണ്ടയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും BJP ശ്രമിക്കുന്നത്. അതിനെ തടയുവാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ, അല്ലെങ്കിൽ പൗരസമൂഹത്തിന് കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഈ ഇടതുപക്ഷം എന്നുള്ളത് സാമ്പ്രദായിക ഇടതുപക്ഷം, CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ മുന്നണി എന്നതാണ് ചോദ്യമെങ്കിൽ അത് വലിയ വിഷമമാണ് അവർക്ക്. കാരണം അവർ തന്നെ തുറന്നു വിട്ട ഭൂതമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറയരുത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സമയത്ത് അത് വളരെ കൃത്യമായിട്ട് തന്നെ CPMനെ അത് തള്ളിക്കളയായിരുന്നു. ഇപ്പോൾ ആരിഫ് പറഞ്ഞല്ലോ, അന്ന് നമ്മളത് വേണ്ടത്ര രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളത്. അതുകൊണ്ട് CPMന് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിഭീകരമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ഇനിയെങ്കിലും തള്ളിപ്പറയാൻ, ഇനിയെങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്നെങ്കിലും പറയാനുള്ള ആർജവം ഇടതുപക്ഷ CPM കാണിക്കണം. അതാണ് ഒരുപക്ഷെ CPM ചെയ്യേണ്ട ആദ്യത്തെ തിരുത്ത്. ആ തിരുത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിലെ ആളുകളെ മാറ്റുകയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റുകയോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ചർച്ചകൾ നടത്തുകയോ ഒന്നുമല്ല ഇത് ചെയ്യേണ്ടത്. ഈ ഇന്നലത്തെ SFI നേതാവിൻ്റെ പോസ്റ്റ് അക്കാര്യത്തിൽ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ ആ പോസ്റ്റിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ തള്ളിച്ചയിൽ
ഈ വൈകാരികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇല്ലില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്തുകൊണ്ട് അത് CPM-കാർ പോലും പ്രചരിപ്പിച്ചില്ല എന്ന വിഷയമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇനി അത് തിരുത്തുമോന്നറിയില്ല. അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയുമോ എന്നറിയില്ല. അത് പക്ഷെ അവര് ഈ ശിവപ്രസാദ് കോൺഗ്രസിനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് KC വേണുഗോപാലിനെയും സതീശനും രണ്ടുപേരും BJP-യുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അത് അങ്ങനെ പറയാൻ പറ്റും. അതെ, അങ്ങനെയാണ് അവർക്ക് പറയുന്നത്. അതെ, അങ്ങനെ പറയാവുന്നതാണ്, രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷേ അത് കേരള സമൂഹം ഏറ്റെടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അല്ല, അത് ആദ്യം തിരുത്തേണ്ടത് CPM ആണ്. അതെ, CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വളരെ പരമായ അല്ലെങ്കിൽ അപകടകരമായ ഒരുപാട് പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തിരുത്തുക. അങ്ങനെ തിരുത്തുമ്പോഴാണ് ഒരു പക്ഷേ ഈ ഒരു വർഗീയ ചേരിതിരിവിന് ഒരു അളവോളമെങ്കിലും അത് പൂർണ്ണമായി അതെങ്ങനെ നിർത്തും എന്ന കാര്യത്തിൽ, കാരണം നമ്മുടേത് വളരെയധികം വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിരുന്ന, വളരെയധികം കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതിങ്ങനെ പൂർണ്ണമായും ഇങ്ങനെ അത് കണ്ടെയ്ൻ ചെയ്യും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഭരണപരമായ ഏതെങ്കിലും നടപടികൾ കൊണ്ട് അതിനെ നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അടിയന്തരമായി അത് ചെയ്യേണ്ടത് ഒരുപക്ഷെ ഒരു CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിരുത്തൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പരസ്യമായിട്ട് അവർ നമ്മൾ പറഞ്ഞത് തെറ്റായി അങ്ങനെ തിരുത്തണമെന്നുള്ള ഒരു സൂചന കേരളത്തിലെ സെക്യുലർ സമൂഹം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾ ഏകീകരണം എന്നുള്ളൊരു നരേഷനല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ സെക്യുലർ സമൂഹം ഈ ഇടതുപക്ഷത്തിന് ആ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തിരുത്തണം. അപ്പോൾ അവരിനിയും തിരുത്തുമോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സാധാരണ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ, അത് ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല. അതായത് അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയും ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ പരാജയത്തിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാൻ വർഗീയ സാമുദായിക ശക്തികളുടെ ഏകീകരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യവശാൽ അത് പറഞ്ഞിട്ടില്ല. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് മാത്രം പോരാ. ഈ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ CPM-ൻ്റെ ഭാഗത്തു നിന്ന് വേണം. അത് ഒരു ജാഗ്രത, അത് ഒരു ലീഗ് കാണിക്കുന്നൊരു ജാഗ്രത, അത് CPM-ന് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. VD സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ലീഗിൻ്റെ എന്താ പറയുക ആധിപത്യത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നും വന്നിട്ടില്ല. ചില സൈബർ ഹാൻഡിലുകൾ പറയുന്നുണ്ട്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നല്ല. അതെ, അപ്പോൾ അത് ഒരുപക്ഷെ അത് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. അത് ശിവപ്രസാദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് യുവാക്കളെങ്കിലും അത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ്. കാരണം അത് ആ ഒരു അജണ്ട വേണമെങ്കിൽ CPM ഏറ്റെടുക്കായിരുന്നു. പഴയ രീതിയിലാണെങ്കിൽ അതാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് ലീഗാണ് ഭരിക്കാൻ പോകുന്നത്, അത് ഹൈക്കമാൻഡിന് പോലും സ്വാധീനമുള്ളവരാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പറയാനുള്ള സ്പേസ് CPM-ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതെ. അപ്പോൾ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ അതിപ്പോൾ BJP ഏറ്റെടുത്തു. BJP-യും സംഘപരിവാർ സംഘടനകളും അത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ആ സമുദായ സംഘടനകൾ, അവരോടൊപ്പം ചേർന്ന് പോകുന്ന സമുദായ സംഘടനാ നേതാക്കന്മാരും അത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു അപകടകരമായ ഒരു ദിശയിലേക്കല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ? ഇതിപ്പോൾ ഭരണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. ഭരണത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇത് എങ്ങനെ VD സതീശൻ്റെ ഗവൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ ഒരു ആ പ്രശ്നത്തെ ലളിതവൽക്കരിക്കലാണ്. അത് കേരളത്തിലെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലാർജർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരുപക്ഷെ ഈ കേരളമായി നിലനിർത്തുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറയുന്ന ഈ സാക്ഷരത, ഉയർന്ന ജനാധിപത്യ ബോധം, രാഷ്ട്രീയ ബോധം, നവോത്ഥാന ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതാണിത്, ഈ പ്രശ്നം എന്നുള്ളത്. ഇത് അതിവേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഓരോ സംഭവങ്ങളിലും ഓരോ ചുവടുവെപ്പിലും
വളരെ സൂക്ഷിച്ച് മാത്രമേ സതീശന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് 3 തരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത്. ഒന്ന് പ്രതിപക്ഷത്തു നിന്ന് വളരെ നാച്ചുറലായിട്ടുണ്ടാകുന്നത് CPM എന്ന പ്രതിപക്ഷത്തു നിന്ന്, മറ്റൊന്ന് BJPയിൽ നിന്ന്, മറ്റൊന്ന് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളത്. അത് ഞാനതായി ചോദിക്കുന്നത്. നമ്മളിപ്പം ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മുസ്ലിം ലീഗുകാർ യൂത്ത് ലീഗുകാരെ അല്ലല്ലോ വിട്ടുകൊടുക്കേണ്ടത്. അതൊരു വേറെ തരത്തിലെ പോളറൈസേഷനിലേക്കാണ് വീണ്ടും നയിക്കുന്നത്. അതിനെ മൂർച്ഛിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു സെക്യുലർ എന്ന് പറയുന്ന പാർട്ടിയാണ് രംഗത്ത് വരേണ്ടത്. എന്തുകൊണ്ടാണ് അവർക്കിത് രംഗത്ത് വരാൻ കഴിയാത്തതെന്നുള്ളൊരു പ്രശ്നം. അല്ല, അത് മുമ്പും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനകളോട് കോൺഗ്രസിൻ്റെ സമീപനം എന്തായിരുന്നു? അല്ല, പക്ഷേ ഇപ്പം നൗഷാദിൻ്റെ കോഴിക്കോട്ടെ നൗഷാദ് മരിച്ച സംഭവത്തിൽ അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന VM സുധീരൻ ആവശ്യപ്പെട്ടു, കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല കേസെടുക്കുകയും ചെയ്തിരുന്ന സംഭവം ഉണ്ടായിരുന്നു. അന്ന് അതിൽ നിന്ന് കേരള സമൂഹം വളരെ മാറിയിട്ടുണ്ട്. അത് ഈ കേസെടുക്കുക എന്നുള്ളത് അവർക്ക് ഗുണകരമായിട്ടാണ് വരിക. അതെ. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ അന്നുണ്ടായൊരു സംഭവം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ അന്ന് കേസെടുക്കണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തായിരുന്ന VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒരുപോലെ ശക്തമായ നടപടി വേണം, ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അവർക്ക് അന്ന് ഒരുമിച്ച് വരാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ സൈലൻസ് കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾ അനർഹമായ എന്തോ നേടുന്നുണ്ട്, അത് പറയാൻ ധൈര്യമില്ലാതെ മിണ്ടാതിരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് വെള്ളാപ്പള്ളി നടേശൻ വന്നത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് അത് കണ്ടില്ല, അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അവരെ ആൻറ്റഗനൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതൃത്വം മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മിണ്ടാതിരുന്നുകൊണ്ട് അവരുടെ ദേശീയ നേതാക്കന്മാരെ അവഹേളിക്കുന്ന തരത്തിലാണല്ലോ ആ കാരിക്കച്ചർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഖാർഗയും രാഹുൽ ഗാന്ധിയും തങ്ങളുടെ കാല് തിരുമ്മി കൊടുക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ട്, അവരുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സതീശൻ തങ്ങൾക്ക് വിശറി കൊണ്ട് വീശി കൊടുക്കുന്നൊരു ചിത്രം കൊടുത്തിട്ട് അത് മൗനം പാലിക്കുക എന്ന് പറഞ്ഞൊരു വലിയ അതിക്രമമല്ലേ അത്? ഒരുപക്ഷെ തുടക്കമായതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം തിരക്കുകളിലൊക്കെ ആയിരിക്കും. അതും BJPക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇതിൽ വിൻ ഗെയിം എന്ന് പറയും. BJPക്ക് എല്ലാം വിജയമാണ്. അത് മിണ്ടാതിരുന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, കേസെടുത്താൽ അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാം. അപ്പോൾ എന്തുകൊണ്ടും ഒരു തങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് BJPക്ക് ഉള്ളത് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് CPM ചെറിയ രീതിയിലെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. കാരണം അവരുടെ സ്പേസ് ഇറോഡാവുന്നു, അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നും അതിവേഗം ആ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം BJP ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവും. പക്ഷേ പാർട്ടികൾ മാത്രമല്ല, കേരളത്തിലൊരു പൗരസമൂഹം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ശക്തമായി ഒരു പാർട്ടികൾക്ക് അതീതമായ ഒരു പൗരബോധം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പൗരസമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വമില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. ജൈവികമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ ഈ ജനസഞ്ചയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്, അത് എങ്ങനെയാണ് അത് ഉയർത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് അതൊരു വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. പൗരസമൂഹം സ്വയം ഉണർന്ന് വന്ന് ഇതിനെ പ്രതിരോധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരു തെരഞ്ഞെടുപ്പിൽ ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഒത്തുചേരലോ അല്ലെങ്കിൽ ഒരു ഉണർവോ ഒക്കെയാണത്. അത് സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇടപെടലുകളിലൂടെ ഉണ്ടാവുന്ന മാറ്റം മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് സക്രിയമായിട്ടുള്ള ഇടപെടലുകൾ അത് സാധ്യമാകുന്നത് ഇടതുപക്ഷത്തിൽ നിന്നാണ്. യാതൊരു സംശയമില്ല, ഇടതുപക്ഷത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ള കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ ആ വലിയ ലിബറൽ ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്നോ മാത്രമാണ് അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോ ചെറുത്തുനിൽപ്പോ ഉണ്ടാവുക. അത് ഉണ്ടാവണമെങ്കിൽ ഇടപെടലുകൾ തന്നെ ഉണ്ടാവണം. വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അത് ഉണ്ടാവാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി കൊടുക്കണം. ചെറിയ തോതിലെങ്കിലും അത് അങ്ങനെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ചെറിയ തോതിലെങ്കിലും. ഇപ്പോൾ കുംഭമേള
നടന്നത്. അതിന് ബദലായിട്ട് ഇതിലായിട്ടൊരു ഒരു മൈത്രി മേള നടക്കുന്നുണ്ട്. അത് വളരെ വളരെ ചെറിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെയാണ്. അത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് അറിയില്ല. അതൊരു ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലുള്ള ചെറിയ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ചെറുത്തുനിൽപ്പുകൾ അല്ലാതെ ഒരു വലിയൊരു കേരളം മൊത്തം ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അങ്ങനെയൊന്നും ഇതിനെ ചെറുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കും തോന്നില്ല. കാരണം ഈ എയ്ഡ്സിൻ്റെ ഒരു കവിതയുണ്ട്, കവിതയിലൊരു വരികളുണ്ട്, ദ ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ വൈൽ ദ വേസ്റ്റ് ഈസ് ഫുൾ ഓഫ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. അപ്പോൾ യഥാർത്ഥ ഈ പാഷനേറ്റ് ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വരുന്ന ആളുകൾ ഒരു വശത്ത്, മറുവശത്ത് ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷനാണ്. അപ്പോൾ ഈ ഇടതുപക്ഷവും അല്ലെങ്കിൽ അതേപോലെ ലിബറൽ ചിന്താഗതിക്കാരും എന്താണ് ചെയ്യേണ്ടത് എന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരു ദശാസന്ധിയിലാണ് ഈ മറ്റു കക്ഷികൾ. അവർ ഈ വികാരത്തള്ളിച്ചുകൊണ്ട് വളരെ മുന്നോട്ട് വരുന്നൊരു കാലമുണ്ട്. ഇത് വളരെ സങ്കീർണമാണ്. ഇത് സങ്കീർണമാക്കിയത് കേവലം തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടി വർഗീയതയെ താലോലിച്ചാൽ ഉണ്ടാവുന്ന ഒരു അപകടമാണിത്. ഇത് വളരെ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അന്നൊന്നും അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. CPM നന്നാക്കികൾ എന്നൊക്കെ, ഇടതുപക്ഷത്തെ നന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നൊക്കെ രീതിയിലാണ് അന്ന് അതിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോഴെങ്കിലും വളരെ വൈകിയാണെങ്കിലും CPM അത് തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. കേരളീയ സമൂഹത്തിൽ തന്നെ വലിയ തോതിൽ വിഭജിക്കാനും വിഘടിപ്പിക്കാനുമുള്ളൊരു നീക്കമാണ്. അത് സംഘപരിവാറിൻ്റെ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യ ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം അങ്ങനെയാണ്. അത് സംഘപരിവാർ സംഘടനകളാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കത് വോട്ടാക്കാൻ മാറ്റാൻ കഴിഞ്ഞു. 3 MLA അയക്കാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഇതേ സംഘപരിവാറിൻ്റെ പ്രചാരണം അതേ ചുവട് പിടിച്ച് പോയ പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം ഇനിയെങ്കിലും ഇടതുപക്ഷം അത് തിരിച്ചറിയണം. മാത്രമല്ല ഈ അപകടത്തെ ഇപ്പം VD സതീശൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് വിദ്വേഷ പ്രചാരണത്തെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഗവൺമെൻറ് നടപടികളിലൂടെ തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ നടപ്പാക്കുമ്പോൾ ഇത് സംഘപരിവാർ അത് മുതലാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയും മുന്നണിയും ശക്തമായി തന്നെ രംഗത്ത് വരേണ്ടതുണ്ട്. ഇതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മുസ്ലിം സംഘടനകൾക്കല്ല, കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ് എന്നുള്ള ബോധത്തിലേക്ക് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചെത്തിയാൽ മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഭരണപക്ഷത്തിൻ്റെ വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് സതീശൻ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ് എന്ന ബോധം അവർ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, അവർ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോധമുള്ള കാലത്തോളം അവരെല്ലാ രീതിയിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 5 മന്ത്രിസ്ഥാനങ്ങൾ, അതിൻ്റെ എതിർപ്പ് കോൺഗ്രസിനുള്ളിൽ തന്നെ വരും. ഉണ്ട്. അതെ, അത് ഒരുപക്ഷെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടേക്കാം, സതീശനെ കുറച്ചൊന്ന് വിഷമിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫലം ഉണ്ടാവുക അത് വേറെ രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നത്. കോൺഗ്രസിന് കൂടുതൽ മന്ത്രിമാർ വേണം എന്നുള്ളതിലേക്കും. അതെ, വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം, അങ്ങനെയുള്ള ഒരു ചില രീതിയിലുള്ള ഈ താൽക്കാലികമായിട്ടുള്ള കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് UDFൻ്റെ അകത്തെ കോൺഗ്രസിനകത്തെ കക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ ഈ ശാക്തിക ചേരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ഡിസാസ്റ്റർ ആയിരിക്കും. എന്തായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും മാത്രമല്ല, അത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു ഡിസാസ്റ്ററായി മാറും. കേരളീയ സമൂഹത്തിൽ വലിയ തോതിലുള്ള പിളർപ്പുകൾക്കും ഭിന്നിപ്പുകൾക്കും ഈ വിദ്വേഷ പ്രചാരണങ്ങൾ വഴിവെക്കുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷമാണെങ്കിലും ഇപ്പോൾ ഭരണത്തിലേക്ക് പോകാൻ പോകുന്ന UDF ആണെങ്കിലും വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. കേരളത്തിലൊരു ജനാധിപത്യ പൗരസമൂഹവും ഈ വിഷയത്തെ വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.